ഏകദേശം ഉള്ളിവട റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ടേസ്റ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും രുചിയുണ്ടോ ഇല്ലേന്ന്. എന്തായാലും നിങ്ങളെല്ലാവരും പ്രിപ്പയർ ചെയ്യണം. നമുക്കിനി അടുത്ത എന്താണെന്നറിയാവോ? ബോണ്ട, ഉരുളക്കിഴങ്ങ് ബോണ്ട. ഓക്കെ, അപ്പോൾ ഇനി ഉരുളക്കിഴങ്ങ് ബോണ്ടയിലേക്ക് നമുക്ക് റെഡിയാകാം. ആ അല്ലേച്ചി, എന്തൊക്കെയുണ്ട് വിഷയം? സുഖമാണോ? പാലപണിയാൻ വന്നതല്ലല്ലോ, പാലപണിയാൻ വന്നതല്ലല്ലോ. എൻ്റെ പൊന്ന് ചേച്ചി, ഞാൻ ഉള്ളിവട ഇവിടെ വള്ളിവടയായിരിക്കുകയാണ്, ടെൻഷനിലാണ്. ചേച്ചി തന്നെ കഴിഞ്ഞോ? ബോണ്ടയിലേക്ക് പോകണോ? ശരി, ഞാൻ അങ്ങോട്ട് വരും കേട്ടോ. കാക്കണം, ജ്യൂസൊക്കെ റെഡിയാക്കി വെച്ചോ. സാധാരണ എല്ലാവരും മിക്സിയൊക്കെ വെച്ചിട്ടാണ് വെളുത്തുള്ളിയൊക്കെ ചതക്കുന്നത്. ഇവിടെ മിക്സി ഞാൻ ആക്കി ഒന്നും ആവുന്നില്ല. അല്ലെങ്കിൽ നാട്ടിൻ പുറത്തൊക്കെ എങ്ങനെയാണ് എല്ലാവരും ഉരല് വെച്ചിട്ടും അങ്ങനെയൊക്കെ. ഇപ്പോൾ അല്ല ഫാഷന് ഇങ്ങനെ എന്താ പറയുക, ഇരുമ്പിൻ്റെ സാധനമല്ലേ കിട്ടുന്നത്. അപ്പോൾ അതാണ് ഇങ്ങനെ നമുക്ക് വെളുത്തുള്ളി ചതക്കാം. വേണേ നോക്കി പഠിച്ചോ. എന്താ പരിപാടി? വെളുത്തുള്ളി ചതക്കാൻ വേണ്ടി മിക്സി റെഡി ആവുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വെച്ച് ചതക്കാം. സജിത, എനിക്ക് വിഷമായി കേട്ടോ. ഞാൻ ഉള്ളിവട ഉണ്ടാക്കിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് കഴിക്കാൻ ബാംഗ്ലൂർ വരണമെന്ന് സജിത പറഞ്ഞു കേട്ടോ. ഇപ്പൊ ഞാൻ അനിലയോട് പറഞ്ഞിട്ടേ ഉള്ളൂ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, പേടിക്കണ്ട, എന്റെ പ്രിപ്പയർ നമുക്ക് നോക്കാം എങ്ങനെയാണ്. തലശ്ശേരി വന്നാൽ മതിയല്ലോ. അപ്പൊ എന്റെ വീട്ടിൽ പോയിട്ട് വേഗം അടുത്താണ് സജിത, ഞങ്ങൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് തലശ്ശേരിയിലാണ് സജിത. അപ്പൊ ഏകദേശം നമ്മുടെ വെളുത്തുള്ളി റെഡിയാണ്. ഇനി നമുക്കിനി അടുത്തത് എന്തിനാ വെളുത്തുള്ളി ബോണ്ട. ഓ കോപ്പി കോപ്പി, ഡോണ്ടു ഡോണ്ടു, ഞാൻ പറയില്ല. നാണിക്കണ്ട, പറഞ്ഞോ. ടിപ്സ് ഒക്കെ ആർക്കും പറഞ്ഞു കൊടുക്കാം. ടിപ്സ് ഒന്നുമില്ല, ബോണ്ട ബോണ്ട. ഓ അവിടെ എന്തോ കരിഞ്ഞൊക്കെ ഞാൻ കേട്ടു, ശരിയാണോ? ഓ അപ്പൊ അതാണ് പരിപാടിയല്ലേ? കരിഞ്ഞതൊന്നുമില്ല, മൊരിഞ്ഞതാ, മൊരിഞ്ഞത്. ഇല്ലേ, വയറ് കരിഞ്ഞതാണ്. അല്ലേ വയറ് കരിഞ്ഞോ? വന്ന് നോക്കിക്കോ, നിങ്ങൾ നല്ല എക്സ്പേർട്ട് അല്ലേ. നമ്മള് ചോട്ടാ ചോട്ടാ പച്ച. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത എന്തായാലും ഈ സംസാരിച്ച് നമ്മുടെ കാര്യവും നടക്കൂല. ഇവരൊക്കെ നമ്മളിങ്ങനെ അതന്നെ. അപ്പം നമുക്ക് അടുത്തത് ഉരുളക്കിഴങ്ങ് ഏകദേശം വെന്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഇതിന് വേണ്ട സവോള ഐറ്റംസ് എല്ലാം എങ്ങനെ കട്ട് ചെയ്യണം നോക്കണം. സവോള ചെറുതായിട്ട് അരിയണം. പിന്നെ ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം, പച്ചമുളക് വേണം, കടുക് വേണം, കരിവേപ്പില വേണം. ഇക്കണ്ട എല്ലാ ഐറ്റംസും നമ്മൾ സവോള ഉള്ളിവടയ്ക്ക് വേണ്ടതുപോലെ തന്നെ വേണം. ഓക്കെ, നമുക്ക് എങ്ങനെ വേണം കട്ട് ചെയ്യണം നമുക്ക് നോക്കാം. രണ്ട് വിസിലായി. ടെൻഷൻ അടുപ്പിക്കില്ല, മിണ്ടാണ്ടിരുന്നോ. അല്ലെങ്കിൽ ഇത് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ശരിയാവും. കിഴങ്ങ് വേവണം. കുഴപ്പമില്ല, പോട്ടെ. അപ്പം ഞാൻ അവിടെ ഉരുളക്കിഴങ്ങിൻ്റെ പണിയൊക്കെ ബോണ്ട ഉണ്ടാക്കിയിട്ട് വരാം. ഓക്കെ, ശരി ശരി. അല്ല, എൻ്റെ അടുത്ത് ആരും വന്നില്ല. എൻ്റെ കിഴങ്ങ് പോണ്ട കഴിഞ്ഞാൽ അവിടെ വന്നേ ടേസ്റ്റ് ചെയ്യും. ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ച് വന്നു. വെറുതെ പറഞ്ഞേട്ടോ, ഞങ്ങൾ വീണ്ടും കാണില്ല. തലശ്ശേരിയല്ലേ? തലശ്ശേരി വരുമല്ലോ നീ അങ്ങോട്ട്. ഞാൻ അങ്ങോട്ട് തന്നെ വരുന്നത്. കോപ്പി അടിക്കാനാണെങ്കിൽ സ്ഥലം വിട്ടോ ചോദിക്കട്ടെ. ഇത് എന്തിനു വെച്ചതാ? എന്ത് ഇത്? ഉള്ളിയാ? ഞാനാ പിന്നെ എന്താ പറയാ, ടേസ്റ്റിന് വേണ്ടിയൊക്കെ ട്രൈ ചെയ്തതാണ്. ഉള്ളിവടയ്ക്ക് വേണ്ടി ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണമെങ്കിൽ. ഉള്ളിവടയ്ക്ക് വേണ്ടി ചെറിയ ഉള്ളി വെറുതെ അരച്ചിട്ട. അല്ല ചേച്ചി, അവിടെ പണിയൊന്നും ഇല്ല, ഞാൻ അങ്ങോട്ട് വന്നു. പണിയല്ലേ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. പറച്ചോനെ, ഇതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം വേണം എൻ്റെ ഹസ്ബൻഡ് ഒന്ന് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. കിഴങ്ങ് വെന്തെന്ന് തോന്നുന്നു, നോക്കാം. പേടിക്കണ്ട, ഞാൻ പഠിച്ചൊന്നും വെച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ ആലോചിച്ച് എന്ത് സംഭവിക്കുന്നു. അയ്യോ, 5 നമുക്ക് നോക്കാം. കിഴങ്ങ് വെന്തോന്ന് നോക്കാം. കരിയണ്ട, കരിയാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇങ്ങനെ നോക്കും. മണമൊന്നും വരുന്നില്ല. കരിഞ്ഞെന്ന് തോന്നുന്നു. മതി, ഒന്നും ഓഫായില്ല. ഞാൻ ചെയ്ത സാധനങ്ങൾ നല്ല കഴുകിയിട്ടാണ് ചെയ്യുന്നത്. എന്തായാലും ടെൻഷനില്ല. പടച്ചോൻ എന്നെ ചതിക്കില്ല, ഉറപ്പാ. പുള്ളിക്കാരി നോക്കാം എന്താണ്. अंदर का भेद हमको मालूम नहीं है, ये ओपन करने के बाद हम देखेंगे इसका गलन सही या गलत. ഓക്കെ, മനസ്സിലായില്ല എന്താണ്? ഒന്നുമില്ല, വെന്തോ ഇല്ലെന്ന് ഉള്ളിൽ തുറന്നിട്ട് നോക്കാന്നാ പറഞ്ഞത്, അത്രേ ഉള്ളൂ.
എന്റെ തമ്പുരാനെ, പിന്നെ എന്തൊരാവി. സജിത ഹിന്ദി പറയണു. മിണ്ടാണ്ടിരുന്നോ? എന്താ ഹിന്ദി? മലയാളം ചാനലാണ്, മറക്കണ്ട. എന്റെ മാതൃഭാഷ എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ ഇപ്പൊ. എന്തായാലും മലയാളം ചാനലായിട്ട് കാര്യമില്ലല്ലോ. എന്റെ മാതൃഭാഷ എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. വീട്ടിൽ പോകണ്ടേ വൈകിട്ട്, അമ്മയും അച്ഛനൊക്കെ വേണ്ടേ? തമ്പുരാൻ ഇത് അടയുന്നില്ലല്ലോ. നമ്മുടെ പ്രേക്ഷകർ പാവം, ഒന്നും പിടികിട്ടാതെ സജിതയുടെ ഭാഷയിൽ. ഇത് തുറന്നു തരുമായിരിക്കും. കഷ്ടം. അനില, കുക്കർ തുറക്കാൻ സജിത ഒരാളുടെ ഹെൽപ്പ് ചോദിക്കുന്നു. സജിത പാവടി ശിശുവല്ലേ, പാവ ശിശുവല്ലേ, കുഴപ്പമില്ല, വിട്ടേക്ക്. ഒറ്റച്ചേർത്ത് എന്റെ മുഖത്ത് സൗന്ദര്യം കളയുമ്പോ നിങ്ങളൊക്കെ ചിരിക്കും അല്ലേ? ഇല്ല ഇല്ല, ഒരു സഹായം ചോദിച്ചപ്പോ തെറ്റായിപ്പോ. നിങ്ങൾക്കൊരു മനുഷ്യരാണോ? ഞാൻ മിണ്ടൂല. റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും. ചൂടുണ്ടോ? ഇനിയും പൊട്ടിത്തെറിക്ക് പോയിട്ട് എനിക്ക് പേടിയാവുന്നു. അത് ഞാൻ പറയായിരുന്നു, സജിത ഹിന്ദിയിലൊക്കെയാ സംസാരിക്കുന്നത്. ഇതേ ഇപ്പൊ ഞാൻ പറഞ്ഞു മലയാളം ചാനലാണ്, ഹിന്ദിയിലെ. അമ്മയില്ലാത്ത മക്കളെ വരുത്തില്ലല്ലോ ചേച്ചി. മദർ ടങ് ഹിന്ദി ഉറുദു. ഐ എം സോറി, मैं क्या करती, क्या बोलती तू? ചെയ്യുന്നതും പോരാ. ഹരേ രാം ഹരേ കൃഷ്ണ കൃഷ്ണ. അയ്യോ, ഇതേ ഉള്ളു വഴി. അല്ലെങ്കിൽ പിന്നെ റെഡി ആയെന്നവരെന്നെ ചോദിച്ചോണ്ട് നിൽക്കും. അതുകൊണ്ടാട്ടോ പോയെന്ന് തോന്നുന്ന ആള്. ഓക്കെ, അപ്പം നമുക്കിനി കിഴങ്ങ് ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെയാണ് അതിന് മാവ് വേണ്ട ഈ അഗലാ ജോ മേ കർണേ വാലി ഹൂ വേണ്ടേ? ഞാനിപ്പോ ഹിന്ദി പറഞ്ഞപ്പോൾ 5 വയസ്സ് എന്നെ കളിയാക്കി, വഴക്ക് പറഞ്ഞു. ഇത് മലയാളം പ്രോഗ്രാം ആണ്. എന്റെ മദർ ടങ് ഹിന്ദി ഉറുദു അല്ല, അറിയാതെ പറഞ്ഞു പോയതാ. എന്റെ ഉള്ളിവട കഴിച്ചിട്ടേ പോകാം. ബോണ്ടയും ബോണ്ടയുടെ പ്രോസസ്സിങ്ങിലാണ് ഇപ്പോൾ. അതെ അതെ, ഏകദേശം കിഴങ്ങ് വെന്ത് കഴിഞ്ഞു. ഇനി മാവ് ഇട്ട് അത് കഴിച്ചു വെച്ചിട്ട് അത് ഉലിക്കണം, താളിക്കണം, മിക്സ് ചെയ്യണം, പൊരിക്കണം. കഴിക്കുമ്പോൾ നന്നായിരിക്കും. അപ്പൊ ഞാൻ ചെയ്തോട്ടെ? ഓക്കെ ഓക്കെ, കണ്ടിന്യൂ. യാ, താങ്ക് യു.